നമസ്തേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് വീടുകളിലെ നെഗറ്റീവ് എനർജി കണ്ടുപിടിക്കുന്നത്? അതോടൊപ്പം എങ്ങനെയൊക്കെയാണ് നെഗറ്റീവ് എനർജി മാറ്റിയെടുക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നെഗറ്റീവ് എനർജി മൂലം പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നത്? നമ്മുടെ വീട് എത്ര വൃത്തിയാക്കിയാലും വീണ്ടും വീണ്ടും വരുന്ന മാറാല. അതുപോലെ തന്നെ നാം എത്ര വൃത്തിയായി സൂക്ഷിച്ചാലും വീണ്ടും വീണ്ടും വൃത്തികേടാകുന്ന നമ്മുടെ മുറികൾ, വീടിൻ്റെ പരിസരങ്ങൾ, ഇവയൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിച്ചാലും വീണ്ടും വീണ്ടും വൃത്തികേടാകും. ഇതൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പോസിറ്റീവ് എനർജി പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് എനർജി നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മളിലേക്ക് കടത്തിവിടുന്നത്. നെഗറ്റീവ് എനർജി മൂലം നമുക്ക് പലവിധ രോഗാവസ്ഥകളും ദുരിതങ്ങളുമൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. അനാവശ്യമായി ഒരു കാരണവുമില്ലാതെ വീടുകളിൽ വഴക്കുണ്ടാവുക, അതുപോലെ തന്നെ എത്ര ചികിത്സിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും അസുഖങ്ങൾ വരിക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് ടെസ്റ്റുകൾ നടത്തിയാൽ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. പക്ഷേ നമ്മുടെ അസുഖങ്ങളൊട്ട് മാറുന്നുമില്ല. ഇതൊക്കെ നെഗറ്റീവ് എനർജി മൂലം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നെഗറ്റീവ് എനർജിയെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. നെഗറ്റീവ് എനർജിയെ മാറ്റുവാനായി ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാതെ സൂക്ഷിച്ചിരിക്കുന്ന പല കാര്യങ്ങളും കാണും. ഓരോ തവണ വൃത്തിയാക്കുമ്പോഴും നാം അത് അവിടെ തന്നെ വയ്ക്കാറുമുണ്ട്. എന്തെങ്കിലും ഉപയോഗം വരുമല്ലോ എന്ന് ചിന്തിച്ചാണ് അതവിടെ വയ്ക്കുന്നത്. പക്ഷേ ഇനി വൃത്തിയാക്കുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറാവുക. വീട്ടിലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപേക്ഷിച്ചാൽ തന്നെ നെഗറ്റീവ് എനർജി പകുതി മാറിക്കിട്ടും. നമ്മുടെ ശരീരത്തിലെ കാര്യം തന്നെ എടുത്തു നോക്കൂ. നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നല്ല കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരം ആഗിരണം ചെയ്തെടുക്കുന്നുണ്ട്. ചീത്ത കാര്യങ്ങൾ പുറന്തള്ളുന്നുമുണ്ട്. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ചീത്ത കാര്യങ്ങൾ പുറന്തള്ളുന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥയും. നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ വീടിനുള്ളിൽ സൂക്ഷിക്കുക. ഒരു പ്രയോജനവുമില്ലാതെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി നിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി എങ്ങനെ കടത്തിവിടാം? അതിനായി ഏറ്റവും നല്ല മാർഗമാണ് ഈശ്വരനാമ ജപം. 2 നേരവും കുളിച്ച് ശുദ്ധി വരുത്തി നമ്മൾ നാമജപം ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന് പോസിറ്റീവ് എനർജി താനേ കൈവരും. ഇതുമൂലം എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമാകുന്നതിലൂടെ നമുക്ക് കൈവരുന്ന ആ പോസിറ്റീവ് എനർജി നമ്മുടെ വീടുകളിലേക്കും വ്യാപിക്കുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി നിറയുമ്പോൾ നമുക്കുണ്ടാകുന്ന രോഗാവസ്ഥകൾ മാറുകയും നമ്മുടെ വീട്ടിലെ കലഹങ്ങൾ ഒഴിവാകുകയും ഒക്കെ ചെയ്യുന്നതായി അനുഭവപ്പെടും. അതുപോലെ വിളക്ക് കത്തിക്കുന്നതിനൊപ്പം തന്നെ അഷ്ടഗന്ധം പുകച്ചാലും വളരെയധികം ഫലം ചെയ്യുന്നതാണ്. ഇതൊക്കെ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കടത്തിവിടുന്നതിനുള്ള മാർഗങ്ങളാണ്. 2 നേരവും വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്ന വീടുകളിലേക്ക് ഒരിക്കലും നെഗറ്റീവ് എനർജി കടന്നു വരികയില്ല എന്നാണ് വിശ്വാസം. ഉച്ചത്തിൽ നാമം ജപിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ഈ വിധത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. നമ്മുടെ വീടുകളിൽ നിന്നും നെഗറ്റീവ് എനർജി താനെ മാറുന്നത് നമുക്ക് തന്നെ കാണാവുന്നതാണ്.